പത്രം എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടാ? എങ്ങനെയാ പത്രം ഉണ്ടാവും? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിലത്ത് 4 വടക്കുള്ള ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന്റെ പേരാണ് പത്രം. അതൊന്ന് എടുത്തിങ്ങനെ നോക്കണം കേട്ടോ. എടുത്തു നോക്കിയാൽ ആ പത്രം ഇങ്ങനെ മറിയും. പിന്നെ ഇങ്ങനെയും തുറക്കാൻ പറ്റും. അതിലെഴുതിയ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ സാധനങ്ങൾ ഈ നാട്ടകത്തിലുള്ള വാർത്തകളാണ്. നിങ്ങളെക്കുറിച്ചുള്ള കഥകളും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തരങ്ങളുമാണ് പത്രത്തിലുണ്ടാവും. അധിക വിവരങ്ങൾ വായിക്കാറുണ്ടോ? എന്നാ ഈ 2 മാസത്തിനുള്ളിൽ പത്രത്തിൽ വന്ന നിങ്ങളെ കുറിച്ചിട്ടുള്ള 5-6 വാർത്ത ഞാനങ്ങ് പറഞ്ഞുതരാം. നിങ്ങൾ അന്തം വിട്ടതാണ്, ഒടുക്കത്തെ ധൈര്യമാണെന്ന് പറയാൻ ഇതിലും വലിയൊരു ഉദാഹരണമൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലുള്ള 10ാം ക്ലാസ്സിലെ കുട്ടി കണക്ക് പരീക്ഷ എഴുതി വന്ന് വീട്ടിലെത്തിയപ്പോ കുട്ടിക്ക് തോന്നി ഞാൻ തോക്കുമല്ലോ പടച്ചോനേന്ന്. അങ്ങനെ തോക്കുമെന്ന പേടിയിൽ കുട്ടി ഓടി ബെഡ്റൂമിൽ പോയിട്ട് ആ ജനേലമേൽ കയറ് കെട്ടി തൂങ്ങി ചത്തു കളഞ്ഞു. ഫിസിക്സ് അല്ലെങ്കിൽ കണക്ക് പരീക്ഷ തോക്കുമെന്ന് കരുതിയിട്ട് തൂങ്ങി മരിക്കേണ്ട ആളാണോ 10ാം ക്ലാസ്സിലെ കുട്ടി? 15 വയസ്സുള്ള കുട്ടി. എന്തിനാ കുട്ടി മരിച്ചത്? അല്ലെങ്കിൽ പത്രം വായിക്കുന്ന കുട്ടിയാണെ കൊന്നാ മരിക്കേണ്ടത്. കാരണം എന്താ, കഴിഞ്ഞ വർഷം സ്കൂളിന്റെ പരിസരത്തൂടി പോയാൽ എല്ലാവർക്കും A+ കിട്ടിയിരുന്നു. പരീക്ഷ എഴുതും കൂടി വേണ്ട, സ്കൂളിന്റെ അതിലൂടെ പോയവർക്ക് എല്ലാം കിട്ടി. ആ പത്രം വായിച്ച കുട്ടിയാണെങ്കിൽ ഈ കുട്ടി മരിക്കേണ്ടിയിരുന്നോ? ഇല്ല. രണ്ടാമത്തെ കുട്ടി നമ്മളെ കൊയിലാണ്ടിയുള്ള കുട്ടി സിവിൽ പരീക്ഷ, സിവിൽ സർവീസ് പരീക്ഷ IPS IAS IAFS റേഞ്ചിലാണ് കുട്ടി എന്നെല്ലാരും പറഞ്ഞു +1 എത്തിയപ്പോ കുട്ടിക്ക് തോന്നി ഞാനവിടെ എത്തൂലെന്ന്. എനിക്ക് IAS IPS കിട്ടൂല എന്ന് പറഞ്ഞിട്ട് കുട്ടി തൂങ്ങി മരിച്ചില്ലേ? എന്ത് പൊട്ടത്തി കുട്ടികളാണ് ഇതൊക്കെ. ഇനി തലശ്ശേരിയുള്ള കുട്ടി, തലശ്ശേരിയുള്ള 14 വയസ്സുകാരി പെൺകുട്ടി അച്ഛന്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി അച്ഛന്റെ കീശയിൽ നിന്ന് അച്ഛനും അമ്മയോട് ചോദിച്ചു 1500 രൂപ വേണമെന്ന്. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ 1500. അമ്മ പറഞ്ഞു എന്റെ അടുത്തില്ല, എന്റെ അച്ഛനോട് ചോദിക്കും, ബാപ്പയോട് ചോദിക്കുന്നു പറഞ്ഞപ്പോ കുട്ടിക്ക് അതുവരെ ബാപ്പ വരുന്നത് വരെ കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു. അങ്ങനെ കുട്ടി ബാപ്പ പൈസ വെക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് 1500 രൂപ മോഷ്ടിച്ചു. വൈകിട്ട് ബാപ്പ വന്നപ്പോ ചോദിച്ചു എന്റെ ആ സ്ഥലത്ത് വെച്ച 1500 രൂപ ആരാണ് മോഷ്ടിച്ചത്? ഇനിയല്ലേ ഭാര്യ മോഷ്ടിച്ചെന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു ഞാൻ എടുത്തിക്കൊന്നുമില്ല, നിങ്ങളെ സ്വന്തം പൈസ നിങ്ങൾ അന്തം വിട്ട മോളെടുത്തിട്ടുണ്ടാവും. അപ്പൊ മോള് വരട്ടെ, ഞാൻ ഇപ്പൊ ചോദിക്കുന്നു ബാപ്പ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു നിങ്ങൾ ചോദിക്കൊന്നും വേണ്ടേ, നിങ്ങൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ ചത്തളിയും. അപ്പൊ ആ ബാപ്പ പറഞ്ഞൊരു ചോദ്യം ഉത്തരവുണ്ട്. എന്റെ കീശയിൽ നിന്ന് പൈസ ഓളെടുത്തിട്ട് ഓളാണോ തൂങ്ങി മരിക്കേണ്ടത്? ശരിക്കും തൂങ്ങി മരിക്കേണ്ടത് ഞാനല്ലേ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു എനക്കത് തിരിഞ്ഞിന്, പക്ഷെ ഇന്നത്തെ കുട്ടിയൊക്കെ അത് തിരിയൂല, ചത്താളിയും.